ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് ആടിന് വെള്ളം കാട്ടലും കെട്ടലൊക്കെ കഴിഞ്ഞ് പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് അവരതിനൊക്കെ ഒരു ഭാഗത്ത് നിർത്തി. പിന്നെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് തിരുമ്പലും അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോൾ ഇന്ന് ആദ്യം കറിയാണ് ഇട്ട് വെക്കുന്നത്. അതിന് ശേഷം ചോറ് വയ്ക്കണുള്ളൂ. ഇപ്പം ഇന്ന് മീൻ വറക്കാനൊന്നുമില്ല, കറി മാത്രമേ വെക്കാനുള്ളൂ. അപ്പോൾ പിന്നെ ബീഫാണ് വെക്കാനുള്ളത്. അപ്പോൾ ഒക്കെ അടുപ്പത്താണ് ചെയ്യണത്. കാരണം കുറച്ച് നേരത്തെ തന്നെ കറി അടുപ്പത്താക്കിയിട്ടാണ് അത് ഇറക്കിയിട്ട് വേണം പിന്നെ ചോറൊക്കെ വെക്കാൻ. അങ്ങനെ അതാ പറഞ്ഞ സമയം കൊണ്ട് കറിയൊക്കെ ആയി. കറി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ പുറത്ത് പോയിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്ത് വന്ന് പിന്നെ ഇന്ന് വലിയ വിറക് ഇട്ടിട്ടാണ് കത്തിക്കുന്നത്. ചെറിയ ചുള്ളൽ വിറകല്ല, വലിയ വിറക്. ഇങ്ങനെ പുറത്ത് പോയി പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വിറക് ഇട്ടിട്ടാണ് കേട്ടോ കത്തിക്കുന്നത്. അങ്ങനെ കറി വെന്ത അടുപ്പത്ത് ചോറിനരിയിട്ട് ചോറ് വേവണ സമയം കൊണ്ട് പോയിട്ട് അകങ്ങളൊക്കെ തുടച്ച് വന്ന് പിന്നെ ബീഫ് കഴുകി ഇങ്ങനെ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ച് പിന്നെ സവോളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി അതങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ചോറ് വെന്ത്. അങ്ങനെ ചോറ് വെന്ത അടുപ്പത്ത് ചട്ടിയിലാണ് ഇട്ടാ. ഞാൻ ഏറെയും ചട്ടിയിൽ തന്നെയാണ് ബീഫ് കിട്ടുമ്പോൾ വെക്കൽ. അങ്ങനെ ചട്ടിയിൽ കിടന്ന് വെന്തിട്ട് പിന്നെ വെന്തതിന് ശേഷം ഉരുളിയിൽ ഇട്ടിട്ട് വരട്ടിയെടുക്കലാണ് ചെയ്യൽ കേട്ടോ. അങ്ങനെ അതാ ബീഫൊക്കെ അടുപ്പത്തിട്ട് പിന്നെ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി. നല്ല വെയിലാണ് കേട്ടോ. 12:30 കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേഗം ആടിന് വെള്ളമൊക്കെ കാട്ടാൻ വേണ്ടി നോക്കുക കേട്ടോ. അങ്ങനെ എല്ലാവർക്കും വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് റെഡി. അവരൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേഗം വെള്ളം കുടിയൊക്കെ കഴിയൂട്ടാ. നല്ല വെയിലായ കാരണം അവർക്ക് നല്ല ദാഹമാണ്. ആ ഉച്ചയ്ക്ക് അപ്പോൾ വേഗം വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ആട്ടും കൂടൊക്കെ വൃത്തിയാക്കാൻ പോയിട്ടാണ്. പിന്നെ അതിൻ്റെ മുന്നേ പോയിട്ട് അത് ഇടയ്ക്കൊന്ന് ഇളക്കുകയൊക്കെ അടുപ്പത്ത് ബീഫ് വെച്ചതൊന്ന് ഇളക്കി നോക്കുകയൊക്കെ ചെയ്തിട്ടാണ്. അങ്ങനെ ആട്ടും കൂടെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം പുല്ലാണ് ഇട്ടന്ന്. പുല്ലും വാഴയിലയാണ്. അതൊക്കെ കെട്ടി കൊടുത്ത് എല്ലാവരെയും കൂട്ടിലാക്കിയിട്ടാണ്. പിന്നെ അവരനൊക്കെ കൂട്ടിലാക്കിയതിന് ശേഷമാണ് ആട്ടുംകൂടിൻ്റെ പുറമൊക്കെ അടിച്ചു വാരിയതിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ബീഫൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇറക്കി വെച്ചിട്ട് പിന്നെ ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോളയൊക്കെ വാട്ടി സവോളയും തക്കാളിയൊക്കെ വാടി വരുമ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ആദ്യം മസാല പറ്റി ചട്ടിയിൽ വയ്ക്കുമ്പോൾ കുറച്ച് പൊടികൾ ഇട്ടിട്ടുണ്ടായിരുന്നു, മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ. ഇപ്പോൾ വീണ്ടും ഇട്ട് അങ്ങനെ പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഉരുളിയിലിട്ടിട്ട് കുറേ സമയം ഇങ്ങനെ വരട്ടിയെടുത്തിട്ടാണ്. ഞാൻ ഏറെ അങ്ങനെയാണ് ചെയ്യൽ. ചോറിലേക്കാണ് ഇപ്പോൾ അത് കൂടുതലും കഴിക്കുന്നത്. കുറച്ചിങ്ങനെ വെള്ളം പോലെയല്ല കേട്ടോ, ഇങ്ങനെ വരട്ടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വീഡിയോ തുടർന്ന് കാണും. എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.